നമുക്കറിയാം വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ റൈറ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ സ്ഥാനാർത്ഥികളെ നിയമിക്കുക എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ഓരോ പാർട്ടി. പക്ഷെങ്കിൽ ജനങ്ങളെ നയിക്കുന്നവരാണ്, ജനനായകന്മാരാണ്. അപ്പോൾ അവരെ റോൾ മോഡലാക്കുക. ഇപ്പോൾ ഒരു സ്ത്രീ, ഇപ്പം നമുക്കറിയാം, പേരെടുത്ത് പറയേണ്ട ഒരു പ്രത്യേക പാർട്ടിയിലെ MLA ഇപ്പോൾ ഒളിവിലാണ്, അതിന് തുടരാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരാളുടെ ഇതിന് മുന്നേയുള്ള പെർസ്പെക്റ്റീവിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നല്ലൊരു ജനനായകൻ എന്നിട്ടായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് ആൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി എല്ലാവരും അറിയുന്നത്. ഇപ്പോൾ ആ ഒരു പാർട്ടീനെ അനുകൂലിക്കുന്ന ഒരാൾ വരെ ഈ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ കാരണം ആ പാർട്ടിയിൽ നിന്ന് പുറത്തു വരുന്നു, ഹെയ്റ്റ് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ കുറ്റാരോപിതരായ ആളുകൾ ഇലക്ഷനിൽ നിൽക്കാൻ പാടില്ല. കാരണം പക്ഷെ അതിന് വേറൊരു സൈഡ് നോക്കുകയാണെങ്കിൽ നന്നാവാനൊരു ചാൻസ് കൂടെ കൊടുക്കാം. പക്ഷേങ്കിൽ ഓവർ ചാൻസ് കൊടുക്കുന്നതനുസരിച്ച് ആളുകൾ അത് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ബെറ്റർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ പറഞ്ഞ ആൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിൽക്കരുത് എന്ന അഭിപ്രായമാണോ? ഒരിക്കലും നിൽക്കാൻ പാടില്ല.